ഹായ്, സ്വാഗതം. ഫണ്ടമെന്റൽ റൈറ്റ്സിലെ റൈറ്റ് ടു ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. ഇത് USA ബിൽ ഓഫ് റൈറ്റ്സുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി ഉള്ളത്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആൻഡ് ആർട്ടിക്കിൾ 18 പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. നിയമത്തിന് മുന്നിലുള്ള സമത്വവും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. ഇത് ആർട്ടിക്കിൾ 14 പ്രതിപാദിച്ചിരിക്കുന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിലുള്ള തുല്യതയോ ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ നിയമങ്ങളുടെ തുല്യ സംരക്ഷണമോ ഭരണകൂടം ഒരു വ്യക്തിക്കും നിഷേധിക്കരുതെന്ന് ഈ വ്യവസ്ഥ നിർബന്ധമാക്കുന്നു. ഇതിൽ പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി എന്ന വാക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലീഗൽ പേഴ്സൺസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, കമ്പനീസ് കൂടാതെ മറ്റ് ലീഗൽ കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ എന്ന വാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന ആശയം എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇത് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് അനുകൂലമായ പ്രത്യേക അവകാശങ്ങളുടെ അഭാവത്തെയാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു പ്രത്യേക അവകാശമില്ല, എല്ലാ അവകാശങ്ങളും എല്ലാ വ്യക്തിക്കും ഒരുപോലെയാണ്. കൂടാതെ ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല. നിയമങ്ങളുടെ തുല്യ സംരക്ഷണം എന്ന ആശയം എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഒരു വിവേചനവും ഇല്ലാതെ സമാനമായിട്ട് എല്ലാ വ്യക്തികളും പരിഗണിക്കപ്പെടണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. അതായത് മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിലുള്ള വിവേചനം തടയലാണ് ആർട്ടിക്കിൾ 15 ഈ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനോടും ഭരണകൂടം വിവേചനം കാണിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 15 പ്രതിപാദിച്ചിരിക്കുന്നത്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 16 പൊതുതൊഴിലിലെ അവസരങ്ങളുടെ തുല്യത. ആർട്ടിക്കിൾ 16. സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഓഫീസിലേക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ നിയമന വിഷയങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ ആർട്ടിക്കിൾ 16 വ്യവസ്ഥ ചെയ്യുന്നു. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം, താമസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം പൗരന്മാരെ വിവേചനം കാണിക്കാനോ സംസ്ഥാനത്തിന് കീഴിലുള്ള ഏതെങ്കിലും ജോലിക്കോ ഓഫീസിനോ അയോഗ്യരാക്കാനോ സാധിക്കില്ല. ഈ ആർട്ടിക്കിൾ 15, 16 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ ഓർ ദ സെക്കൻഡ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാഗങ്ങളുടെ കമ്മീഷൻ. ഇന്ത്യയിലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഉത്തരവോടെ 1979 സ്ഥാപിതമായി. BP മണ്ഡലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ മണ്ഡൽ കമ്മീഷൻ സ്ഥാപിച്ചത്. 1980 ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് 1990 നടപ്പിലാക്കുകയും ചെയ്തു. രാജ്യത്തെ ജനസംഖ്യയുടെ 52% OBC-കാരാണെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. സർക്കാർ സർവീസിലെ സംവരണത്തിന്റെ ശതമാനം ഈ ശതമാനവുമായി പൊരുത്തപ്പെടണമെന്ന് കമ്മീഷൻ ആദ്യം വാദിച്ചു. എന്നിരുന്നാലും ഇത് MR ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ കേസിൽ 1963 കേസാണ്
ഈ കേസിൽ 50% എന്ന പരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാകുമായിരുന്നു ഈ ഒരു കാര്യം. പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് 22.5% സംവരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നായിരുന്നു. അതിനാൽ OBC-കൾക്കുള്ള സംവരണത്തിന്റെ കണക്ക് 27% പരിമിതപ്പെടുത്തി. അത് ചേർക്കുമ്പോൾ സംവരണം 50% മാർക്കിൽ താഴെയായിട്ട് നിലനിർത്തുന്നു. കൂടാതെ അഹിന്ദുക്കൾക്കിടയിലെ പിന്നോക്ക വിഭാഗക്കാരെയും കമ്മീഷൻ കണ്ടെത്തി. റെക്കമെൻഡേഷൻസ് ഓഫ് മണ്ഡൽ കമ്മീഷൻ എന്നൊക്കെയാണ് നോക്കാം. മണ്ഡൽ കമ്മീഷന്റെ ശുപാർശകൾ: പൊതുമേഖലയിലും സർക്കാർ ജോലികളിലും OBC-കൾക്ക് 27% സംവരണം നൽകണം. പൊതുസേവനങ്ങളുടെ എല്ലാ തലങ്ങളിലും പ്രമോഷനിൽ അവർക്ക് 27% സംവരണം നൽകണം. സംവരണം ചെയ്ത കോട്ട പൂരിപ്പിച്ചില്ലെങ്കിൽ 3 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. SC/ST വിഭാഗങ്ങൾക്ക് സമാനമായ പ്രായപരിധിയിൽ OBC-കൾക്കും ഇളവ് നൽകണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സർക്കാർ ഗ്രാന്റുകൾ സ്വീകരിക്കുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയിൽ റിസർവേഷനുകൾ നടത്തണം. ഈ ശുപാർശകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ നിയമവ്യവസ്ഥകൾ സർക്കാർ ഉണ്ടാക്കണം. ഇതൊക്കെയായിരുന്നു ഈ മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. അടുത്തത് ഇമ്പാക്ട് ഓഫ് മണ്ഡൽ കമ്മീഷൻ. ഈ ഒരു മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കുന്ന സമയത്ത് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ഇന്ദിരാ സാനി vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഈ ഒരു കാര്യം മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ചാലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തു സുപ്രീം കോടതിയിൽ. ഇന്ദിരാ സാനി vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. ഈ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത്, അതായത് 2019 നടപ്പിലാക്കിയ EWS റിസർവേഷൻ ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് ആർട്ടിക്കിൾ 15, 16 എന്നിവ ഭേദഗതി ചെയ്തുകൊണ്ട് 103-ാം ഭരണഘടനാ ഭേദഗതി ആക്ട് 2019 പ്രകാരം 10% EWS കോട്ട അവതരിപ്പിച്ചു. അതിൽ ആർട്ടിക്കിൾ 15(6), ആർട്ടിക്കിൾ 16(6) എന്നിവ ചേർത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജോലികളിലും പ്രവേശനത്തിലും സാമ്പത്തിക സംവരണത്തിനായി നടപ്പിലാക്കിയ റിസർവേഷനാണ് ഇത്. SC/ST, OBC വിഭാഗങ്ങൾ എന്നിവർക്കുള്ള 50% സംവരണ നയത്തിൽ ഉൾപ്പെടാത്ത ദരിദ്രരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത്. SC/ST, OBC എന്നിവർക്കുള്ള 50% സംവരണ നയത്തിൽ ഉൾപ്പെടാത്ത ദരിദ്രരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർവേഷൻ കോട്ട നടപ്പിലാക്കിയത്. സമൂഹത്തിലെ EWS-ന് സംവരണം നൽകാൻ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ഇത് പ്രാപ്തമാക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അല്ലെങ്കിൽ അയിത്ത നിർമാർജനം. ഇതാണ് ആർട്ടിക്കിൾ 17-ൽ പറയുന്നത്. ഈ ഒരു വ്യവസ്ഥ തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഏത് രൂപത്തിലും അതിന്റെ ആചാരം നിരോധിക്കുകയും ചെയ്യുന്നു. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഏതൊരു പ്രവൃത്തിയും നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമായി കണക്കിലാക്കും. അയിത്തം എന്നത് ചില ജാതികളിൽ ജനിച്ചതിന്റെ പേരിൽ ചില വിഭാഗത്തിലുള്ള വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹിക വൈകല്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ കുറച്ച് വ്യക്തികളുടെ സാമൂഹിക ബഹിഷ്കരണമോ മതപരമായ സേവനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതോ ഇത് ഉൾക്കൊള്ളുന്നില്ല. എന്നിരുന്നാലും അയിത്തം എന്ന പദം ഭരണഘടനയിലോ 1955-ലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിലോ നിർവചിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പദവികൾ നിർത്തലാക്കൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 പദവികളും വ്യത്യാസങ്ങളും നിർത്തലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ 4 വ്യവസ്ഥകൾ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് പ്രോഹിബിറ്റ്സ് ദ സ്റ്റേറ്റ് ഫ്രം കൺഫറിംഗ് എനി ടൈറ്റിൽ ഓൺ എനി സിറ്റിസൺ ഓർ എ ഫോറിനർ. It prohibits the state from conferring any title on any citizen or a foreigner.
ഏതെങ്കിലും പൗരനോ വിദേശിയോ ഏതെങ്കിലും പദവി നൽകുന്നതിൽ വിദേശിക്കോ ഏതെങ്കിലും പദവി നൽകുന്നതിൽ നിന്ന് ഇത് ഭരണകൂടത്തെ വിലക്കുന്നു. ഏതെങ്കിലും പൗരനോ, ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ വിദേശിക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക പദവി നൽകുന്നതിൽ നിന്ന് ഈ ഒരു ആർട്ടിക്കിൾ ഭരണകൂടത്തെ വിലക്കുന്നു. ആർട്ടിക്കിൾ 18. ഏതെങ്കിലും വിദേശ സംസ്ഥാനത്ത് നിന്ന് അതായത് വിദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു പദവി സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരു ഇന്ത്യൻ പൗരനെ ഈ ഒരു ആർട്ടിക്കിൾ 18 വിലക്കുന്നു. ഇന്ത്യക്ക് കീഴിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സമ്മതമില്ലാതെ വിദേശത്ത് പോയിട്ട് അതേ സ്ഥാനം സ്വീകരിക്കാൻ സാധിക്കില്ല. 1996 സുപ്രീം കോടതി ദേശീയ പുരസ്കാരങ്ങളായ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയുടെ ഭരണഘടനാ സാധുത ശരിവച്ചു. ഈ അവാർഡുകൾ ആർട്ടിക്കിൾ 18 അടിസ്ഥാനത്തിൽ ശീർഷകങ്ങൾക്ക്, അതായത് ടൈറ്റിലിന് തുല്യമല്ലെന്ന് വിധിച്ചു. ഈ ഒരു പുരസ്കാരങ്ങൾ, അതായത് ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ തുടങ്ങിയവയൊന്നും, ഈ അവാർഡുകളൊന്നും ഒരു ടൈറ്റിലായിട്ട് പേരിന്റെ കൂടെ ചേർക്കരുത് എന്നാണ് പറയുന്നത്. 1954 ഈ ദേശീയ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ 1977 അവ നിർത്തലാക്കി. എന്നാൽ 1980 ഇന്ദിരാഗാന്ധി സർക്കാർ അവ വീണ്ടും കൊണ്ടുവന്നു. 1954 ഈ അവാർഡുകളൊക്കെ, പത്മ അവാർഡുകളൊക്കെ, ഭാരതരത്നമൊക്കെ ഏർപ്പെടുത്തിയത്. 77 അവ മൊറാർജി സർക്കാർ നിർത്തലാക്കിയെങ്കിലും 1980 ഇന്ദിരാഗാന്ധി സർക്കാർ അവ വീണ്ടും കൊണ്ടുവരികയും ചെയ്തു.